സാരി എന്ന് പറയുന്നത് റിസപ്ഷന്റെ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാം. ഇതെന്റെ അനിയന്റെ കയ്യിൽ അറിയാം. മഞ്ഞയും പിങ്കും വലിയ ഈ ഒരു പച്ചയും ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാ. റെഡും പച്ചയാട്ടെ ഇതിന്റെ കോമ്പിനേഷൻ. പിന്നെ ഈ ഒരു സാരി എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. നമ്മളുണ്ടല്ലോ ഒരു 60 തക്കാളി തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നോക്കി അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവർക്കൊന്നും വേണ്ടിട്ടുണ്ടെങ്കിൽ കയറ് കെട്ടി കൊടുക്കണം. അപ്പൊ കയറ് കെട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ വട്ടം നമ്മുടെ കോഴിക്കോട് പണിക്ക് വന്നപ്പോ നോക്കിയേ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കയറ് കെട്ടാൻ സുഖാണല്ലോ. അപ്പൊ ഇതിന്റെ അളവിന് ആദ്യം നമ്മള് ഓരോ കുഴി കുത്തണം. അപ്പൊ ഞാൻ ലേലാങ്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ഒരു അളവെടുക്കട്ടെ. ഭാഗങ്ങൾ കുത്തിയാൽ മതിയല്ലോ. അത്യാവശ്യം നല്ല ആഴ്ചയിലെന്നെ കുത്തിയിട്ടാ. അതേപോലെ തന്നെ ഒരു കുരി കൂടി കുത്തണം. അത്യാവശ്യം ബലമൊക്കെ ആയി. പിന്നെ നമ്മൾ വലിയ എന്താ പറയാ അതൊന്നല്ലല്ലോ, ഒരു തക്കാളിയുടെ ഒരു വെയിറ്റ് എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ബലത്തിൽ മതിട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണോണ്ട് ഇങ്ങനെ ആക്കിട്ട് കൊടുക്കുള്ളൂ. ഇതേപോലെ ഒരെണ്ണം കൂടി അപ്പുറത്ത് കൂടി കുത്താണ്ട് ഞാനൊന്ന് കുത്താം. കണ്ടിപ്പോ നമ്മുടെ തക്കാളി തൈകൾ ഇങ്ങനെ വിഴാണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കയറ് കെട്ടി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വീണ് പോയി. ഇത് മതി. അപ്പൊ 2 കുഴിച്ചിട്ട് കഴിഞ്ഞു. ഇനി സുഖാണ്, വേഗം വേഗം കയറ് കെട്ടുക. നമ്മളുണ്ടല്ലോ നോക്കിയേ അത്യാവശ്യം കനുള്ള ഒരു കയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കയറ് മേടിക്കാൻ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ ഇതേപോലെ ഒരു മുടി എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ ഒരു പിടുത്തം കിട്ടും. അപ്പൊ നമുക്ക് അത്യാവശ്യം നീളമുള്ളത് കാരണം തന്നെ ഈ ഒരു മുടി കയറ് അങ്ങോട്ട് എത്തില്ല. അപ്പൊ ഇടയില് എക്സ്ട്രാ കൂട്ടി കെട്ടിയിട്ട് വേണ്ടി വരൂട്ട് നമുക്ക് അങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിലേ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കയറുമ്പോ കൂട്ടി കെട്ടട്ടെ. വേണ്ട അല്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടോ എനിക്ക് കെട്ടി പിരിയണ പോലെയോ. അപ്പൊ ഇവിടെ തന്നെ കെട്ടാം. അപ്പൊ താഴത്ത് തന്നെയായിട്ട് നമ്മൾ കെട്ടണേ. കാരണം നമുക്കറിയാലോ തക്കാളി വലുതായി തുടങ്ങുമ്പോ നമ്മളൊരു വടി കുത്തി കൊടുക്കുമ്പോഴേ 5 അടി ഹൈറ്റിലേക്കാണ് വടി കുത്തി കൊടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് അത് കൂട്ടി കെട്ടുക. ഇങ്ങനെയാകുമ്പോ അതൊരു കുഴപ്പമുണ്ടാവില്ല. അവരെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ആയിട്ട് കിടന്നോളൂ. അപ്പൊ അത്യാവശ്യം ഒരു ബലത്തിൽ തന്നെ കെട്ടുണ്ട് ഞാനിവിടെ. നമുക്ക് ഇത് നീളം കൂടിയ കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിലും കൂടി ഒരു വടി വെക്കുന്നത് നല്ലത്. ആ വടിയും കൂടി കെട്ടിട്ട് നമുക്ക് കയറിന് ഒരു ബലം കിട്ടും. അപ്പൊ എന്തായാലും ഒരു വടി കൂടി ഞാൻ ഇടയിൽ കെട്ടട്ടെ, തറക്കട്ടെ. നമുക്ക് അവിടെ ഒത്തിരി കാനുള്ള വടിയൊക്കെ കിടക്കുന്നുണ്ട്, അത് എടുത്താലും മതി. ഞാനേ എന്താ പറയാ നമ്മള് മരത്തിന്റെ അതായത് കമ്പാണ് കുഴിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അതൊരു ബലമുള്ള പോലെ തോന്നിയില്ല ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു 4 കമ്പികള് എടുത്തോണ്ട് പോകും. നമ്മുടെ അവിടെ ഇങ്ങനത്തെ കുറെ കമ്പികൾ ഉണ്ട്. കോഴിക്കോടിന്റെ പണിക്കും അതേപോലെ പഴയ കോഴിക്കോടൊക്കെ പൊളിച്ചപ്പളേ
നമ്മള് നെറ്റ് കെട്ടിയിട്ടാണല്ലോ, അപ്പൊ അതിന്റെ ഇടയിലൊക്കെ അന്ന് കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കമ്പികളാണ്. അതൊക്കെ എടുത്തു വെച്ചത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഉപകാരപ്പെടുന്നുണ്ട്. ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് താഴും. വെറുതെ ഒന്ന് വെച്ചാൽ അമർത്തിയാൽ മതി. ഇപ്പൊ അത്യാവശ്യം ഒരു ബലമായിട്ടുണ്ട്. നമ്മുടെ നീളത്തിൽ കയറ് കെട്ടി കഴിഞ്ഞു. ഇനി അതിന്റെ ഇടയിൽ നമ്മൾ ഓരോ വള്ളിയും കൂടിയും കെട്ടി കൊടുക്കണം. അപ്പൊ ഞാന് എന്താ പറയാ, ഒരു അളവെടുത്ത് വന്നിരിക്കുകയാണ്. ഒരളവില് ആമ്പിളേ പിന്നെ വേഗം വേഗം കെട്ടി പോവാലോ. എന്താ ഈ ഒരു അളവിൽ ഇങ്ങനെ വെട്ടിയെടുത്തു നമ്മള്. ഇത് ഒന്നുകൂടി കനം കുറഞ്ഞ ചൂടി കയറായിട്ടാ, പിന്നെ ഇടയില് വേഗം കെട്ടി കഴിയും. ഇപ്പൊ ഒരു തക്കാളി തൈ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പുറത്തും കയറ് വന്നു. ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടി പോവാട്ടാ. പിന്നെ ഒരു വലുതാവനുസരിച്ച് വീണ്ടും നമുക്ക് കെട്ടേണ്ട ഒരു ഹൈറ്റ് കൂട്ടി കൂട്ടി. നോക്കിയേ, നല്ല രസമായിട്ടാ കെട്ടി വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമുക്ക് ഇതിന്റെ കടക്കിൽ കുറച്ച് ഉണക്കച്ചാണൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇട്ട് കൊടുക്കണില്ല, കാരണം നമ്മൾ കഞ്ഞി കുടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കൊരു മാങ്ങ നിൽക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ മാങ്ങ പൊട്ടിച്ച് നല്ല മാങ്ങ ചമ്മന്തി അരച്ചിട്ട് ഒരു കഞ്ഞി കുടിച്ച് വന്നതിന് ശേഷം നമുക്ക് പച്ചക്കറി പൊട്ടിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് ചാണപ്പൊടി ഒക്കെ ഒരു കടക്കിലേക്ക് ഇട്ട് കൊടുക്കും വേണം. അപ്പൊ നമുക്ക് ഇതിൽ മാങ്ങ പൊട്ടിക്കാം. മുളക് ഇപ്പൊ എന്നൊന്ന് പറഞ്ഞ പോലെ പൊട്ടിക്കാറുണ്ട് കേട്ടോ. എന്നും വരണം മുളക് പൊട്ടിക്കാൻ. 2 ദിവസം കൂടി പപ്പ പൊട്ടിക്കണം. നമുക്ക് മാങ്ങയിലുണ്ടല്ലോ, ഇതേ ഞാനിന്ന് രാവിലെ വന്നപ്പോഴേ മാങ്ങ കൊത്തി താഴെ കിടക്കണ്ട വിഷമം തോന്നി. നോക്കിയേ, കണ്ടാ എടുത്തു വെച്ചത്. അയ്യോ താഴെ വീണ് 2 മാങ്ങ. ഈ ഒരു മാങ്ങയും കൊത്തി വീണ് എടുക്കണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതാ ഈ ഒരു മാങ്ങയും കൊത്തി വീണ് എടുക്കായിരുന്നു. അപ്പൊ നമുക്ക് അത്യാവശ്യം മാങ്ങ പൊട്ടിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടാ. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടത് ഇവിടെ തന്നെ കണ്ട, നമുക്ക് ഇവിടെ ഒരു 5-8 മാങ്ങ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ. ഈ മാങ്ങയല്ല നമ്മൾ പൊട്ടിക്കുന്നത്, അതിന്റെ ഇപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് മാങ്ങ. കുറച്ചുകൂടി വലിപ്പമുള്ളൊരു മാങ്ങ, ആ മാങ്ങയായിട്ടാ നമ്മൾ പൊട്ടിക്കണേ. ഒരെണ്ണം മതി നമുക്കിന്ന്. അതെ പിടിക്ക വീണേ. നമ്മുടെ കുക്കമ്പറിന്റെ കടക്കിലേക്ക് വീണേ. നോക്കി, നമുക്ക് കുക്കമ്പർ ഉണ്ടാവണേ. ഇത് ഞാൻ കാട്ടിയൊന്നുമില്ലല്ലോ, പുതിയ തൈമപ്പ് ഉണ്ടാവണതാട്ടത്. ഇതിപ്പോ നന്നായിട്ട് ഉണ്ടാവേണ്ടതേ കണ്ട. നമുക്കറിയാം എപ്പോഴും പറയുന്ന പോലെ ഇവരൊക്കെ ഒരു എക്കില ഉണ്ടാവുക. കണ്ട ഇതേ ഇപ്പൊ ഇങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാം. ഇതും ഈ വലുതായി വരുന്ന ഈ ഒരു എക്കിലും ഒക്കെ ആയിട്ട് ഇനി അവരുണ്ട്. 2 തൈന്റെ അപ്പുറത്തും ഉണ്ട്, അതിനും ഉണ്ട്. അതും കാട്ടി തരാം. ഞാൻ ഈ തോട്ട് ഒന്നുകൂടി എടുത്തേക്കട്ടെ. കണ്ട ഈ തൈമേലും ഇത് പുതിയ തൈയാണ്. ഇതുണ്ടാവട്ടെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ കാട്ടിത്തരാം. നമ്മള് മാങ്ങ കൊണ്ട് വീട്ടിൽ പോണേക്കാളും മുന്നേ നമ്മള് സബോള നടാനായിട്ട് വെച്ചിട്ടേ എന്തോ ജീവി അറിയില്ല ഒക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. അതാണ് ഞാൻ കാട്ടിത്തരുന്നേട്ടാ. എന്തോ ഒരു ജീവിയാണ് കേട്ടാ. കണ്ട വലിയ കാലടിപ്പാട് കണ്ട, നല്ല വട്ടത്തിൽ കണ്ട ഓരോ കുഴികളിൽ 2 കാല് ഇവിടെ വെച്ചത്, 2 കാല് ഇവിടെ വെച്ചത്, ഇങ്ങനെയുള്ള പാടുകളാണ്. അപ്പൊ നമ്മുടെ ഈ സബോള നോക്കിയേ കണ്ടാ, ഒക്കെ വലിച്ചു വാരിങ്ങനെ പരത്തിട്ട് നോക്കുക. നമ്മള് നട്ടത് മുഴുവൻ വേരൊക്കെ വന്നു തുടങ്ങിയതായിരുന്നു. ഒക്കെ കട പറിച്ച് വലിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട പോലെയായി. എന്ത് ജീവിയാന്ന് അറിയില്ല, നിറച്ച് കാലടിപ്പാട് കാണാനും ഉണ്ട് ഇതില്. പിന്നെ ഇത് കേട്ടാ, ഇത് നമ്മുടെ എന്റെ അമ്മയുള്ള സമയത്ത് നമ്മൾ നട്ട ഉള്ളിയില്ലേ, ആ ഉള്ളിയിൽ ഇട്ട കണ്ട എല്ലാവരും മുളച്ചു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടി നോക്കി അവര് നടന്നിട്ടുണ്ട് ആ ജീവികളിത്.
ഇവിടെ ഒരു കുഴി കണ്ട, ദേ ദേ ഇതൊക്കെ അവരെ കുഴികളാണ്. പക്ഷെ ഉള്ളിലേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ ഇടയിൽ കൂടെ വെച്ച് നടന്ന പോലെ. പക്ഷെ സബോള മുഴുവൻ എന്തോ ചിക്കി മാന്തി വലിച്ചു വാരിയിട്ടവര്. ഇപ്പൊ സബോള ആദ്യം പുതിയ വീണ്ടും നടണം. അതിനിപ്പോ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിക്ക് കയറ് കെട്ടി കൊടുക്കില്ല, വലിയ അധ്വാനം ഇല്ലാത്തൊരു പണിയായിരുന്നു. ആകെപ്പാടെ അതിന്റെ കാല് കുഴിച്ചിടേണ്ട ഒരു പണി മാത്രമാണ് ഇത്തിരി ഭാരമായിട്ട് തോന്നിയത് നമ്മുടെ എല്ലാം കൊണ്ട്. ബാക്കിയൊക്കെ നല്ല സിമ്പിളുള്ള ഒരു പണിയായിരുന്നു. പക്ഷെ എന്നാലും ഇനി കഞ്ഞി കുടിച്ചിട്ടാവാം, നിങ്ങളുടെ വരണം വീണ്ടും. അപ്പൊ നമുക്ക് പോവാ, ആയിക്കോട്ടാ. പിന്നെ ഷായേട്ടനോ ഈ പറമ്പിൽ തന്നെ പണി തീർന്നു കേട്ടോ. ഞാൻ ഷായേട്ടനെ കാണിക്കാതെയാണ്, ഷായേട്ടനെ കാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷായേട്ടനുണ്ടായിരുന്നു ഈ പറമ്പില്. ഷായേട്ടൻ അതിന് ശേഷം പിന്നെ പണി സ്ഥലത്തേക്ക് പോയി ഇടയില്. ഇനിയിപ്പോ ഞാൻ കഞ്ഞായി എന്ന് പറയുമ്പോൾ ഞാൻ ഷായേട്ടനെ വിളിക്കും. അപ്പൊ ഷായേട്ടൻ വരും. നമ്മളുണ്ടല്ലോ പറമ്പിലേക്ക് പോകുമ്പോഴേ രാവിലെ ഇവിടെ ഷായേട്ടന് ഇഷ്ടം കൂടുതലും ഗോതമ്പ് കഞ്ഞി കുടിക്കാനാണ്. കാരണം നമ്മുടെ പറമ്പിലത്തെ പച്ചക്കറികളൊക്കെ കൂട്ടി അപ്പം ഒന്ന് വെച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൊണ്ട് അതിനോടാണ് ഷായേട്ടന് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പറമ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് ഗോതമ്പ് തീക്ക് ഇങ്ങനെ കഴുകിയിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ വരുമ്പിക്കത് വെന്തിട്ട് കിടക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചകിരിയാണ് കൂടുതൽ വെച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും അത് അങ്ങനെ ചൂടോടെ നിൽക്കുമല്ലോ. അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടാ. അവിടെ ചമ്മന്തി കൂടി ചരച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് മാങ്ങച്ചമ്മന്തി അരക്കേട്ടാ. എനിക്കിപ്പോ ഉണ്ടല്ലോ ഈ ഒരു കല്ല് കിട്ടിയ പിന്നെ നമുക്ക് ആർക്കയ്യല്ല അങ്ങനെ തന്നെയല്ലേ, പുതിയൊരു സാധനം കിട്ടി കഴിഞ്ഞാൽ എല്ലാതും അതിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ ചമ്മന്തി ആയാലും അതെ, ഞാന് ഇതിലൊന്ന് ചതച്ചെടുക്കുക എന്നുള്ള രീതിയിൽ കേട്ടാ. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കാൻ പാടില്ല, ആ രീതിയിലായിട്ട് നമ്മൾ ചമ്മന്തി അടിച്ചെടുക്കണേ. അപ്പൊ നമുക്ക് ആദ്യം മാങ്ങിട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയും അതുപോലെ കുറച്ചുള്ളി പിന്നെ നല്ല പച്ച ചൂനിയായിട്ട് ചെറുതായിട്ട് പഴുത്തതാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. അപ്പൊ ആദ്യം മാങ്ങിട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം മാങ്ങനുള്ള നന്നായിട്ട് ചതച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പച്ചച്ചൂനിയൻ ഇട്ട് കൊടുക്കാം. പച്ചച്ചൂനിയത്തിന്റെ ഒപ്പം തന്നെ ഞാനിതാ കുറച്ച് ഉപ്പും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. നമ്മുടെ മേരിക്കൊക്കെ തെറിക്കാത്ത രീതിയിൽ ചതച്ചോളൂ കേട്ടാ. ഞാൻ കൈ ഇങ്ങനെ വെക്കുന്നത് തന്നെ തെറിക്കാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യുമിക്കല്ലേ ആവുള്ളൂ. അമ്മയും അരയ്ക്കുമ്പോൾ ഇപ്പോഴത്തെ വേറൊരു ടേസ്റ്റ് ആണ്. അതേപോലെ ഈ കല്ലിൽ ചതയ്ക്കുമ്പോഴും വേറൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ. അതാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ ഒന്ന് ചമ്മന്തി അരയ്ക്കാൻ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ നമുക്കിതാ ഉള്ളി കുറേശ്ശെ ഉള്ളി ഇട്ടിട്ട് അത് അരച്ചെടുക്കാം കേട്ടാ. മാങ്ങ കഷ്ണത്തിന്റെ ഏതാണ്ട് മാങ്ങ കഷ്ണം നമ്മൾ എന്തോരാണ് എടുത്ത് നോക്കണേ, ഏതാണ്ട് അതിന്റെ അത്രേ തന്നെ ഉള്ളി കൂടി എടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ മാങ്ങ ചമ്മന്തിക്ക്. ഉള്ളി നന്നായി ചതച്ചെടുത്തു. ബാക്കിയുള്ള ഉള്ളി കൂടി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മളിതാ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു മണട്ടാ ആ പച്ചമാങ്ങയുടെയും അതേപോലെ തന്നെ നമ്മുടെ പച്ച ചൂനേന്റെയും ഉള്ളിയുടെയും ഒക്കെ ആകുമ്പോൾ രസമാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ മാങ്ങച്ചമ്മന്തി റെഡി. നമുക്ക് കഞ്ഞി കുടിക്കാം. കണ്ട, ഇങ്ങനത്തെ അടുപ്പാവുമ്പളേ നമുക്കൊരു ഗുണമുള്ളത് അതാണ്. കാരണം അടുപ്പത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ചകിരിയും കൂടി വെച്ചാൽ ഇത് വെന്ത് കിട്ടും. ഞാനെത്തി. ഞാന് അവിടെ ചേച്ചി വിളിച്ചപ്പോ പോയതാ. ചമ്മന്തി ഇപ്പൊ പെട്ടെന്ന് കഴിക്കാൻ തോന്നി. അതാ ചമ്മന്തി ഞാൻ ഇതിലേക്കിട്ടുള്ള കഴിഞ്ഞു. എന്നാലും ചമ്മന്തിക്ക് കഞ്ഞിയിലെങ്ങനെ ഇടും, എന്നിട്ട് ഇങ്ങനെ ഇളക്കിട്ട് കഴിക്കുക. എനിക്കതേട്ടാ ചമ്മന്തി കഞ്ഞിലിട്ട് കഴിക്കാൻ ഇഷ്ടം. അത് രസം തോന്നാറ് കൂടുതല്. അതൊരു ഈ ചീരര തോരണം അടിപൊളിയാ, സൂപ്പർ തന്നെയാണ്. ഞാനുണ്ടല്ലോ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് 4 കല്യാണങ്ങൾ വരുന്ന കാര്യങ്ങള്. ഈ 4 കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 9 ദിവസമായിട്ടാണ് കേട്ടോ പരിപാടികൾ ഉള്ളത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ 2 കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെയുള്ള 2 കല്യാണത്തിന് എന്റെ കയ്യിലുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത് വിചാരിച്ചത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് സാരിക്കും കാട്ടിത്തരാം. അപ്പൊ എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തന്നോട്ടെ ഏത് സാരി എടുക്കണ്ടേന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം, എടുക്കട്ടെ. ഒത്തിരി വർഷം പഴക്കമുള്ള സാരികളാണ് കേട്ടോ.
കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായിട്ടുണ്ടെങ്കിലും എന്റെ കയ്യിലുള്ള സാരികളാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഈ കുറച്ച് സാരികളൊക്കെ നമുക്ക് ഈ അടുത്ത് വെച്ചിട്ട് ഓരോ പരിപാടിക്ക് കണ്ടിട്ട് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉടുക്കുന്നത്. അപ്പൊ ഈ ഒരു സാരി എന്ന് പറയുന്നത് റിസപ്ഷന്റെ സമയത്തൊക്കെ നമുക്ക് ഉടുക്കാം. ഇതെന്റെ അനിയന്റെ കല്യാണത്തിന്റെ സാരിയാണ് കേട്ടത്. പിന്നെ ഇത് എന്റെ ചേട്ടന്റെ കല്യാണത്തിന്റെ സാരി. അപ്പൊ ഈ സാരികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16-18 വർഷമൊക്കെ പഴക്കമുണ്ട്. പിന്നെ ഈ സാരി എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇത് എടുത്ത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിപ്പോ എനിക്ക് ഷേയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എടുത്തുന്ന സാരി കേട്ടാ. പിന്നെ ഈ ഒരു സാരി നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരു കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും അതെ. പിന്നെ ഈ ഒരു സാരി റെഡും പച്ചയാട്ടെ ഇതിന്റെ കോമ്പിനേഷൻ. പിന്നെ ഈ ഒരു സാരി എനിക്ക് തോന്നുന്നു റിസപ്ഷന്റെ സമയത്തൊക്കെ കൊടുക്കാന്ന് എനിക്ക് തോന്നി, ഇതിന്റെ കളർ കണ്ടപ്പോട്ടാ. പറഞ്ഞോളോട്ടാ. പിന്നെ ഈ ഒരു സാരി ഇവിടുത്തെ വല്യേട്ടന്റെ മോളുടെ കല്യാണത്തിന്റെ സാരിയാണ്. ഇപ്പൊ വല്യേട്ടന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേപോലെ ഒരു 16 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഇവിടെ കൊണ്ടാക്കും. അപ്പൊ ഉടുത്തു വന്നിട്ടുള്ള ഒരു സാരി ആയിട്ടത്. പിന്നെ ഈ ഒരു സാരി എന്ന് പറയുന്നത് നമ്മുടെ കൽമണിക്കുട്ടിയുടെ അമ്മയുടെ കല്യാണത്തിന്റെ, അതായത് കൽമണിക്കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കല്യാണത്തിന്റെ. കാരണം കൽമണിയുടെ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് അറിയാലോ, വലിയേട്ടന്റെ മോനാണ്. കൽമണിക്കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പെങ്ങളുടെ മോളാണ്. ആങ്ങളും പെങ്ങളും മക്കള് തമ്മിലെ കല്യാണം കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ 2 കല്യാണം എന്താ പറയാ ആയ കാരണം ഒരു സാരി അവസാനിച്ചു. അങ്ങനെ ഈ സാരി. പിന്നെ ഇത് അതേട്ടാ, ഈ ഒരു സാരി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഈ ഒരു കോമ്പിനേഷൻ അത്ര ഇഷ്ടമായിട്ടുള്ള ഒരു സാരിയാണിത്. ഇത് ഞാൻ എൻ്റെ ഒരു മാമന്റെ മോന്റെ കല്യാണത്തിനാണ് എടുത്തിട്ടുള്ള ഒരു സാരിയാണിത്. പിന്നെ ഈ ഒരു സാരി എന്ന് പറയുന്നത് ഷായുടെ നേരത്തെ അജു സരിത അവളുടെ കല്യാണത്തിന് എടുത്ത സാരി ആട്ടത്. പിന്നെ ഈ ഒരു സാരി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കൽമണിക്കുട്ടിയുടെ അച്ഛന്റെ എൻഗേജ്മെന്റിന് എടുത്ത സാരി. പിന്നെ എൻ്റെ ഒരു സാരിയാണ് എൻ്റെ ഇപ്പോ നഷ്ടപ്പെട്ടു പോയി. അതായത് ഏറ്റവും താഴെ സജീവിന്റെ കല്യാണത്തിന് എടുത്ത സാരി കാണാനേ ഇല്ല. ബ്ലൗസ് ഉണ്ട്, അതാ ഇതാണ് കേട്ടോ ബ്ലൗസ്. നീക്കി വെച്ച് നല്ലൊരു കളറായിരുന്നു, ഓറഞ്ച് ബ്ലാക്ക് ആയിട്ട്. പക്ഷെ സാരി കാണാനില്ല. അലമാരിയൊക്കെ ഒരുവിധം ഞാൻ തെരഞ്ഞു. ഇനി വീട് പണിയുടെ ടൈമിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാലോ വല്ല കവറിൽ പെട്ട് പോവോ എന്താ ഉണ്ടായെന്ന് അറിയില്ല. അപ്പൊ ഇത്രയും സാരികളാണ് എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും ഇതിന്ന് ഞാൻ 2 കല്യാണത്തിനുള്ള സാരി ഇതിൽ നിന്ന് ഞാൻ ഉടുക്കും. സാരി എടുക്കേണ്ട കാര്യം പറഞ്ഞാൽ അമ്മനോട് എപ്പോഴും പറയും, എന്റെ കയ്യിലുള്ള സാരി എടുത്താൽ പോരെ മോളെ അത്രേ. കാരണം എന്റെ കയ്യിലുള്ള സാരികൾ ഇപ്പോഴും കണ്ട പുതിയതുപോലെ എന്ന് പറയാം അമ്മ. അപ്പൊ ഇതേപോലെ ഇപ്പൊ കാണുമ്പോൾ ഇത് പുതിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സാരി ഓരോ കവറിലാക്കിയിട്ട് ചേട്ടൻ വെക്കുക. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും എന്റെ കയ്യിൽ എനിക്ക് കാണുമ്പോഴായാലും തോന്നുന്നു എന്റെ സാരിക്ക് ഇപ്പോഴും നല്ലതായിട്ട് ഇരിക്കുന്നത്. ഈ സാരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരിയാ. ഇതിന്റെ തല കണ്ട നല്ല ഭംഗിയാ ഈ സാരിയുടെ. ഈ ഒരു പച്ചയും ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാ കാണാനായിട്ട്. എടുക്കുമ്പോഴേക്ക് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളറായിട്ടത്. പക്ഷെ ഇപ്പൊ എന്തൊരു കുഴപ്പമെന്ന് അറിയോ, ഈ സാരികളൊക്കെ നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ള ബ്ലൗസുകളൊക്കെയും എനിക്ക് ഭയങ്കര മാറ്റമുണ്ട്. കാരണം ഇത്രയും വർഷം പഴക്കമുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ച് ബ്ലൗസുകളാണ് ഇപ്പൊ എനിക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ എന്തായാലും കല്യാണം എന്തായാലും നന്നായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ തന്നെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെ ഇരിക്കണേ. പിന്നെന്താ, പിന്നെ എന്റെ ഈ ഷെൽഫിലുള്ള ഡ്രസ്സുകൾ കേട്ടാ, ഈ ഡ്രസ്സുകൾക്കും ഈ സാരികളുടെ പോലെ തന്നെ ഒത്തിരി പഴക്കമുണ്ട് കേട്ടാ. ഒത്തിരി വർഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം. നല്ലൊരു ചുരിദാർ എനിക്ക് വീട്ടിലിട്ട് നശിപ്പിക്കാനൊന്നും തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ സൂക്ഷിക്കും. ഇപ്പോഴായാലും ഞാൻ ഇടയ്ക്ക് എങ്ങനെയൊക്കെ പോകുമ്പോ ഒന്ന് ഇട്ടിട്ട് പോകാനൊന്നും കംപ്ലൈന്റ് ഒന്നുമില്ല. ഷായിട്ടും പറയുന്നോട് പെട്ടെന്ന് കീറുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടാ. പിന്നെ കുറെ ചുരിദാറുകൾ ഈ പറഞ്ഞ പോലെ സൈഡൊക്കെ അയച്ചിടണം. അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആട്ടോ. അപ്പൊ എനിക്ക് സെലക്ട് ചെയ്ത് തന്നോട്ടെ ഈ സാരിയിൽ നിന്നിട്ട് ഞാൻ ഏത് എടുക്കണ്ടേന്നൊക്കെ. ഇത് ഒതുക്കി വെക്കട്ടെ. അപ്പൊ ഇതേപോലത്തെ ഓരോ കവറുകളിലൊക്കെ ആയിട്ട് ഞാൻ ആക്കി വെക്കുക സാരികള്. അതുകൊണ്ടായിരിക്കും ഒന്നിനൊരു മങ്ങല ഒന്നും ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുമത്തെ എന്താ പറയാ കല്ലുള്ള വർക്കുകളൊക്കെയാണ്. ഈ സാരിക്ക് ഭയങ്കര വെയിറ്റാ. ഈ സാരിക്കയിലും ഭയങ്കര വെയിറ്റ് ആണ്, തൂങ്ങി കിടക്കണ പോലെ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ആ കല്ലുകൾക്ക് ഒന്നും അതേ സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഈ കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കവറിലൊക്കെ ആക്കുക, അപ്പൊ ഇടയ്ക്കൊന്ന് വെയിലത്തിട്ടൊന്ന് ഇളം വെയിൽ കൊള്ളിക്കുക, അങ്ങനെയൊക്കെ വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ കംപ്ലൈന്റ് തോന്നാത്ത കാരണമായിട്ട് ഞാനത് പറയണേ. ഇനിയിപ്പോ ഇതൊക്കെ എടുത്തു വെക്കട്ടെ.
നമുക്ക് കുറച്ച് ചാണപ്പൊടി കോരി എടുക്കണം. ഇവിടെ പച്ചച്ചാണാണ് ഇത്, എങ്കിലും കൂടിയിട്ട് നമ്മളിങ്ങനെ പൊടിച്ചിങ്ങനെ വെക്കും. അപ്പൊ അതിന് ചെറിയൊരു ഉണക്കൊക്കെ ആയി കിട്ടേ. ഇനി ഇടയില് പെയ്യണ മഴയാണ് ഈ പച്ച പോലെ ഇരിക്കണേ കണ്ട. നമ്മളിങ്ങനെ പൊടിച്ചോണം ഇങ്ങനെ പരത്തിടും ഓരോ വട്ടം ചാണകം എടുത്ത് കഴിയുമ്പോ. പിന്നെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ചാണകം ഉണ്ടല്ലോ, ഒരു 22 വർഷമായിട്ട് നമ്മള് ഇങ്ങനെ ചാണകം അടിക്കൂട്ടാ. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ ഇവിടേക്ക് ആവശ്യത്തിനുള്ള ചാണകം അടിച്ചിരുന്നത്. പിന്നെ എന്റെ വീട്ടിൽ പശുവിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് ചാണകം അടിച്ചിരുന്ന ചേട്ടൻ തന്നെയാണ്. ഞാൻ ആകെപ്പാടെ വിളിച്ചു പറയാം, മണിയേട്ടന്റെ മോളുടെ അടിക്കുന്ന ആൾക്കറിയാം. അപ്പൊ ആളങ്ങനെ എല്ലാ വർഷവും നമുക്കിട്ട് ചാണകം അടിച്ചു തരും. അതും എന്താ പറയാ, ചില ടൈമിലേക്ക് ഒരു 5 വണ്ടിയൊക്കെ ഒരുമിച്ചടിക്കാറുണ്ട്, തെങ്ങുകൾക്കൊക്കെ കൂടി ഇടണമെങ്കിൽ. തെങ്ങിന് എല്ലാ വർഷവും നമ്മൾ ചാണകം ഇടൂല. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു ടമ്പ് ചാണകം മതി ഒരു വർഷം, അല്ലെങ്കിൽ 2, 3 അല്ലെങ്കിൽ 5 വണ്ടി വരെ അടിക്കൂട്ട് നമ്മൾ ചാണകം. നമുക്ക് അത് കിട്ടുകൊടുക്കാം. ഇങ്ങനെ കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടാ. മണ്ണിടുമ്പോഴത്തെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി ചാണപ്പൊടി ഉള്ളു കഴിഞ്ഞു. ഇതിന്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് മണ്ണിടും കേട്ടാ. അത് ഷൈറ്റിനാണ് മെയിനായിട്ട് മണ്ണിടാറ്. അതല്ലെങ്കിൽ ഇപ്പൊ ഇടാൻ കുഴപ്പമില്ല, ഇവിടുന്ന് കോരി ഷൈറ്റ് ഇടും. അതല്ലെങ്കിൽ എനിക്ക് ഷൈറ്റും ബക്കറ്റിൽ മണ്ണ് വാരി തരും, അപ്പൊ ഞാൻ കൊണ്ടുവന്നിടും. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ടല്ലോ, അപ്പൊ പൊട്ടിക്കാം. അയ്യോട്ടാ, നമുക്ക് ആദ്യം നമ്മുടെ നിത്യവഴുതനങ്ങ പൊട്ടിച്ചെടുക്കാം. നിത്യവഴുതനങ്ങ കേട്ടാ. നിത്യവഴുതനങ്ങ ഇപ്പൊ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. കഴിച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നി തുടങ്ങിട്ടാ. എന്ത് രസല്ലേ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴേ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിന്റെ പിന്നില് ചെറിയ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും നമ്മൾ ഇതാക്കി കൊണ്ടുവരുന്നവരെ. അതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് തോന്നണില്ല കേട്ടാ. അതാണ് ഉണ്ടായി കിട്ടുമ്പോഴത്തെ ഒരു സുഖം. അപ്പൊ നോക്കിയേ, നമ്മളിതാ ഇത്രയും നിത്യവഴുതനങ്ങ പൊട്ടിച്ചുവിട്ടാ കണ്ട. നിത്യവഴുതനങ്ങ ഭയങ്കര അടുത്തേക്ക് കാണിക്കാൻ വേണ്ടായിരുന്നു എന്നോട്, കണ്ടിട്ടില്ലാന്ന് കുറെ പേര് നിത്യവഴുതനങ്ങ എങ്ങനത്തെയാന്ന്. അപ്പൊ ഇതാ ഇത്രയും പൊട്ടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ചതുരപ്പയർ പൊട്ടിക്കാം. ഭയോട്ട നോക്കി, നമ്മുടെ ചതുരപ്പയർ കണ്ട എത്ര രസമായിട്ട് ഉണ്ടാക്കണേ. ഇപ്പൊ എത്രയും നാളെ ഇവര് നമ്മുടെ കൂടെ കൂടിയിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണ്ടിട്ടാ. ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കണത് ചാണാട്ടാ, വെറുതെ പച്ചച്ചാണാണ് ഞാന് നമ്മുടെ എന്താ പറയാ ചതുരപ്പയറിന് ഇട്ട് കൊടുക്കണ ഒരു വളട്ടാ. അപ്പൊ ഇതും പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടാ. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട പന്തലിന്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ കൈയിട്ട് ഇങ്ങനെ വലിക്കണം. അവരെ അയ്യോ കുളിറുമ്പോ വന്ന് പെട്ടുണ്ടല്ലോ ഈശ്വര. എന്തായാലും ഞാൻ ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. കൊറേ ഉണ്ട് പൊട്ടിക്കാൻ, കുറച്ചൊന്നല്ല ഒത്തിരി ഉണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്ന് പറയണ പോലെ വന്നിട്ട് ഇതിന് പൊട്ടിച്ചു കൊണ്ടുപോട്ടാ. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, മൂത്ത് കഴിഞ്ഞ ഒന്നിനും കൊള്ളില്ലാന്ന്. അത് കാരണം അപ്പൊ നോക്കി നമ്മള് ചതുരപ്പയർ നോക്കിയാ ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ.
എന്താ ഇനി നമുക്ക് നമ്മുടെ കൂർക്ക കുറച്ച് പറിച്ചെടുക്കണം. മോറ ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ കൂർക്ക പറിക്കാനുള്ള കൊട്ട എടുക്കട്ടെ ഞാൻ കേട്ടാ. നമ്മുടെ കൂർക്ക നമ്മുടെ വീട്ടിലത്തെ കൂർക്കയുണ്ട് കേട്ടാ, അത് ഞാൻ പറിച്ചു തുടങ്ങിയിട്ടില്ല. അതെന്താണെങ്കിലേ അതിന്റെ ഇങ്ങനത്തെ ഇതേപോലെ തല ഉണങ്ങിയിട്ടില്ല. ഇത് ചിലപ്പോ നിർത്തി കഴിഞ്ഞ് മന്തായി മാറും. അപ്പൊ വീട്ടിലത്തെ നമുക്ക് പിന്നെയായാലും കുറെ കഴിഞ്ഞിട്ടായാലും പറിക്കാവുന്ന രീതിയിൽ നിർത്തിയിരിക്കുക. ഏറ്റവും ടേസ്റ്റില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് തോന്നുന്നു, ഏറ്റവും ടേസ്റ്റിലാ ഇതേപോലത്തെ കുഞ്ഞ മണിയാ. അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടാ. ഓക്കെ കേട്ടാ മണികള് ഇപ്പളേ തന്നെ വലുതായി തുടങ്ങിയ ഒരു ഇച്ചിരി വൈകി അപ്പളേക്ക് തന്നെ. നല്ല രസാട്ടാ കൂർക്കയ്ക്ക്. എനിക്ക് നമ്മുടെ കൂർക്കയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കുറെ വളം ഇട്ട് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആകപ്പാടെ എന്തായിരുന്നു, കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചത് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഇതേപോലെ അതിന്റെ അടിയിലേക്കൊക്കെ ഉണ്ട് ട്ടാ. കൂർക്ക പറിക്കാൻ വന്നാലേ കൊറേ നേരം വേണം നമുക്ക്. ബാക്കിയുള്ള പച്ചക്കറികൾ പൊട്ടിക്കണ പോലെയല്ല കേട്ടാ. ഞാനേ ഓരോ കട പറിക്കാൻ വേണ്ടി ഇരുന്നില്ല കേട്ടാ. പിന്നെ ഞാൻ കുറച്ച് കടകൾ ഒരുമിച്ച് പറക്കിട്ടു. പിന്നെ പറക്കിടല വേണ്ടോന്ന് വെച്ചിട്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ വന്നൊരു 5-6 കടയാണ് ഞാൻ പറിച്ചത് നോക്കിയ. അപ്പൊ ഇത് എത്ര പറിക്കണല്ലോ. ഇനിയിപ്പോ എന്താ, നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ നോക്കിയേ, ഇന്നത്തെ നമ്മുടെ പച്ചക്കറി, നമ്മുടെ ചതുരപ്പയർ, അതേപോലെ തന്നെ നമ്മുടെ നിത്യവഴുതിരിങ്ങ, നമ്മുടെ കൂർക്ക. ഇനി വീട്ടിൽ പോട്ടെ. അയ്യോ ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ചേച്ചിക്കാണ് ഹായ് പറയണേ. പ്രിയ വാസുദേവൻ, ഹായ് പ്രിയേച്ചി. ഞാൻ നിത്യമാല കേട്ടാ. സൈറ, ഹായ് സൈറ. ജാൻസി ജെയ്സൺ, ഹായ് ജാൻസി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ, വയോട്ടാ. ഇനി നമ്മളുണ്ടല്ലോ നമ്മുടെ കൂർക്കയും അതേപോലെ തന്നെ കോഴിമുട്ടയും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാട്ട വെക്കുന്നത്. അപ്പൊ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കറി തന്നെ വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ പണിസ്ഥലത്ത് വെക്കാൻ വരുന്ന ചേച്ചി ഇന്ന് ലീവാണ്. അപ്പൊ അവിടേക്കുള്ള ഒരു കറിയാണ് വെക്കണേ. അപ്പൊ 20 കോഴിമുട്ട കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ഞാനിതാ, നമുക്ക് ആദ്യം തന്നെ ഇതാ 1 കിലോ കൂർക്ക നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 1/2 ഗ്ലാസിന്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. മഞ്ഞപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു വിസിലടിച്ചാൽ മതി കേട്ടാ. ഒരു വിസിലടിച്ച വഴിക്ക് നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് പിന്നെ ഇറച്ചി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയാ കറിക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും. അപ്പൊ ഞാനിതാ തീ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വേവട്ടെ, വിസിൽ വരട്ടെ. ഒപ്പം തന്നെ നമുക്കിതാ ഇപ്പുറത്തിതാ തീ കത്തിച്ച് നമുക്കൊരു ഉരുളി അടുപ്പത്ത് കയറ്റാം. ഈ ഉരുളി ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഉരുളി ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നപ്പോ ഞാനിതാ ഇത്തിരിയോളം നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഉലുവ ഉണ്ടല്ലോ ഒന്ന് ചൂടായി വരുന്നുള്ളൂ കണ്ട. ഇതേപോലെ ചൂടായി വരുമ്പോ തന്നെ ഉലുവ കഴിയാൻ പാടില്ല. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വറ്റമുളക് നടുമുറിച്ചിടുന്നുണ്ട് കേട്ടാ.
അപ്പൊ ഈ വറ്റമുളക് ഒന്ന് കളർ മാറി വരുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഉലുവയും കൂടിയും പാകമായിട്ടുണ്ടാവും. അപ്പൊ ഇതാ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ മുളകൊക്കെ ഒന്ന് ഇതാ കളർ മാറി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഉലുവ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി അതിലേക്ക് നമ്മളിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഇതാ 3 സബോളയാണ് നമ്മളിതേ കനം കുറച്ച് നുറുക്കിയിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഈ സബോള നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുമല്ലോ, അത്രയും നേരം നമുക്ക് ഇത് ആക്കിയെടുക്കണം കേട്ടാ. കുക്കർ വിസിൽ വന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാണ്. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ചെറുതായിട്ട് ഇതാ ഒരു കളർ ഇതേപോലെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ടൊരു 2 സെക്കൻഡ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒപ്പം തന്നെ ദേ അതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ആട്ടോ, നല്ല വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ എടുത്തത് 1.5 തുടം വെളുത്തുള്ളി ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതാ ചെറുതായിട്ട് കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ പൊടികൾ ഇടുമ്പോൾ നമ്മളിതാ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇതാ 1, 2, 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മല്ലിപ്പൊടി 1, 2, 3. മഞ്ഞപ്പൊടി ഇട്ടാ. മഞ്ഞപ്പൊടി ഇതാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. അതിലിതേ പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പകുതി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. നമുക്ക് ഈ പൊടികളുടെ ഒരു പച്ചക്കുത്ത് പോകണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് ഇതാ ആ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കണ്ട ചെറുതായിട്ട് കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാ പൊതിനയുടെ ഇല കേട്ടതാ ഒരു പിടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ 5 സബോളയും 3 തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് വെണ്ണ പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ചിട്ടിട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മേലേക്ക് പൊട്ടിത്തെറിക്കും. ഒന്ന് തിളച്ച് വരട്ടെട്ടാ. നമ്മളിതാ തക്കാളി സബോളയൊക്കെ ഒഴിച്ചിട്ട് നോക്കി ഇതേപോലെ ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് ചാറിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ ഞാനിതാ ഒരു ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 4 ഗ്ലാസിന്റെ അടുത്തേക്ക് ഒക്കെ ഇട്ടിട്ട് 5 ഗ്ലാസിന്റെ അടുത്തേക്ക് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടാ. തീ നമ്മളിതാ കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കിയേ തിളച്ചിടാ എണ്ണ ഇതേപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കുക്കർ നല്ല നമ്മള് കൂർക്കിട്ട് ഒരു വിസിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കറിയാം ഒരു വിസിലും മതിയിട്ട് നമ്മുടെ കൂർക്ക് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഇതേ കണ്ട കുടുംബിക്ക് ഇതേപോലെ ആവണുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഈ ചാറിൽ കിടന്ന് നമ്മുടെ കൂർക്കൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടാ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ. ഞാനുണ്ടല്ലോ ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടാ. ചാറിൽ നോക്കിയാൽ മതി. നമുക്ക് ഉപ്പ് കുറവാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര അളവ് ഉപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ കറിയിൽ നമ്മുടേതായ രീതി അനുസരിച്ച് ഇട്ടോളൂ. അപ്പൊ എനിക്കിതിൽ ഇത്തിരി കൂടുതൽ ഉപ്പ് കുറവ് തന്നെയാണ്. ഇനിയിപ്പോ ഒന്നും കൂടി ഇളക്കിയൊക്കെ കൊടുത്ത് ഒന്നും കൂടി ഞാൻ ഉപ്പ് പാകമാണെന്ന് നോക്കട്ടെ.
പിന്നെ നമ്മുടെ ഈ കറി എന്ന് പറഞ്ഞാൽ ഇത്തിരി ചാറോടെ കേട്ടാ, വലിയ അളവല്ല, കാരണം അവർക്ക് ഉച്ചയ്ക്ക് ഒഴിച്ച് കഴിക്കാനുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ നോക്കട്ടെ ഒന്നുകൂടി ഉപ്പ് പാകമായോ എന്ന്. ഉപ്പ് പാകമായിട്ടുണ്ട്. അപ്പൊ ഇതാ നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ ഒന്നുകൂടി. നമ്മുടെ കൂർക്കൊക്കെ ഇട്ട് നോക്കിയേ, എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട ഇതേപോലെയാണ്. അത്യാവശ്യം നല്ല കട്ടി, അന്ന് ചോറിലൊക്കെ കൂട്ടി കഴിക്കാവുന്ന രീതിയിലാണ് ഇട്ട് ആക്കിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഇതാ കോഴിമുട്ട പുഴുങ്ങിയത്, ഇതാ ഇതേപോലെയാണ് നമ്മൾ നടുമുറിച്ച് നോക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ട ഉടയാത്ത രീതിയിൽ നമുക്കിതാ മുട്ടയുടെ മുകളിലേക്കായിട്ട് ഇങ്ങനെ കറിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. മുട്ട ഇനി ഇതിൽ കിടന്നിട്ട് കുറെ വേവണ്ട. അപ്പൊ കൂടുതൽ ഇതിൽ കിടന്ന് ചാറിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ മുട്ട. അപ്പൊ അത് വേണ്ട, ഇത്രേ വേണ്ട. ഇനി നമ്മുടെ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലേക്കായിട്ട്. പിന്നെ നമ്മൾ ഗരം മസാല നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കും ഈ സമയത്ത്. പിന്നെ നമ്മളിതാ തിരുവോളം മല്ലിയില. ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. ഈ ഒന്ന് കയ്യിലുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത്ര വേണ്ടോ, ചാറിലേക്ക് അലിഞ്ഞത് എങ്ങനെ ആയോളും. എന്നിട്ട് നമുക്കിതാ ഇത് ഇത്തിരി വലിപ്പമുള്ള പാത്രമായ കാരണം നമുക്ക് ചിറ്റാൻ പറ്റില്ല കേട്ടാ. ഞാനാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ശീലമുള്ള ഉരുളി ആയ കാരണം തന്നെ എനിക്ക് ചിറ്റാൻ പറ്റും. അപ്പൊ ഇതൊന്നും അങ്ങനെ ചുറ്റി കൊടുക്കും. നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. ഇനിയിപ്പോ ചായട്ടും വരുവർക്ക് ഇത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉണ്ടല്ലോ നമുക്ക് കറി വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് എടുക്കുക. നമുക്ക് പണിസ്ഥലത്തേക്ക് കുറച്ചങ്ങോട്ട് പോണേ. ചേട്ടൻ ഇത് കൊണ്ടുകൊടുത്ത് വന്നിട്ട് ടേസ്റ്റ് നോക്കണല്ലോട്ടാ. ായിട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഷൈറ്റിനെ. ഷൈറ്റിനെ ടേസ്റ്റ് പറഞ്ഞാൽ അതിനൊരു സുഖമുള്ള, അതുകൊണ്ടാണ് കൂടുതൽ. കാണാനുള്ള ഒരു ഭംഗി നോക്കിയേ. ഉപ്പൊക്കെ ഞാൻ ഇടയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ കൂർക്ക. അടിപൊളിയേറിയ ഒരു എന്താ പറയാ ഇറച്ചി വെപ്പ് പോലെ അങ്ങനെയില്ലേ? ആ ഒരു രീതിയിൽ തന്നെ വെച്ച് നോക്കണേ. അടിപൊളി. നോക്ക്, നല്ല രസമുള്ള കറിയാട്ടാ. അപ്പൊ എല്ലാവരും ചെയ്തോളാം. കൂർക്കക്കാരത്തൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിർത്തല്ലേ, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.